ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് വാവയുടെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുന്ന വീഡിയോയും വാവയുടെ കുറച്ച് രാവിലത്തെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഒരുപാട് പേര് ലഞ്ച് ബോക്സ് റെസിപ്പി ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്നോട്ട് ലഞ്ച് ബോക്സിൻ്റെ വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാവയും മാധവും നല്ല ഉറക്കമാണ്, രണ്ടുപേരും എണീറ്റിട്ടില്ല. അപ്പം ഞാൻ രണ്ടുപേരും ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് വിളിച്ചെണീപ്പിക്കും. സാധാരണ രണ്ടുപേരും തന്നെയാണ് എണീറ്റ് വരുന്നത്. കുഞ്ഞാവയ്ക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിളിച്ചെണീപ്പിക്കുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അങ്ങനെ വിളിച്ചെണീപ്പിക്കുന്ന ദിവസങ്ങളിൽ നോർമലി കരഞ്ഞാണ് എണീറ്റ് വരുന്നത്. പക്ഷേ ഇന്ന് എന്താണോ കരയാതൊക്കെ നല്ല രീതിയിലാണ് എണീറ്റ് വരുന്നത്. ഫോൺ കണ്ടുകൊണ്ട് തന്നെ അവൾ ഓർത്ത് അച്ഛയെ വിളിക്കുവാന്ന് ഓർത്താണ് ചിരിക്കുന്നുണ്ട്. വീഡിയോ കോളാന്ന് ഓർത്താണ്, കുഞ്ഞ് റെക്കോർഡിംഗ് ആണെന്ന് ഓർത്തിട്ടല്ല. അതുകൊണ്ടാണ് അവൾക്ക് ചിരി വരുന്നുണ്ട്. കുറേ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്നതിന് ശേഷമാണ് കുഞ്ഞ് എണീറ്റ്. മാധവ് വിളിച്ചപ്പോഴേ എഴുന്നേറ്റ് പല്ലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. കുഞ്ഞിന്ന് നേരെ എണീറ്റൊന്ന് ബ്രഷ് ചെയ്തിട്ട് നേരെ അടുക്കളയിൽ വന്ന് എൻ്റെ കൂടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സ്നാക്സായിട്ട് വാട്ടർമെലൺ എടുത്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് വന്നത്. അപ്പം ഇത് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് മതിയെന്നും പറഞ്ഞ് ഇരുന്ന് കഴിക്കുവാണ്. രാവിലെ തന്നെ വാട്ടർമെലനാണ് ഇന്ന് കഴിക്കുന്നത്. കുഞ്ഞിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടുകളിൽ ഒന്നാണ് വാട്ടർമെലൻ. അത് ഇഷ്ടമാണ്, ജ്യൂസാക്കി കൊടുത്താലും ഇഷ്ടമാണ്. അതിരുന്ന് കഴിച്ചിട്ടുണ്ട്, അവിടെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വാവയെ കുളിപ്പിച്ച് ഒരുക്കി ഞാൻ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയതിന് ശേഷം ലഞ്ച് ബോക്സ് ഒന്ന് പാക്ക് ചെയ്യുന്ന വീഡിയോ കൂടി എടുത്തിട്ടുണ്ട്. ഇന്നത്തെ ലഞ്ച് ബോക്സിലേക്ക് നമ്മൾ പരിപ്പ് ചാറ് വെച്ചതും കോവയ്ക്ക തോരനും മീൻ വറുത്തതുമാണ് ഉള്ളത്. ഈ ലഞ്ച് ബോക്സ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓൺലൈനും വാങ്ങിയതാണ്. ഇതാകുമ്പോൾ കറക്റ്റാണ്. ചോറൊക്കെ നമ്മൾ ആ കറക്റ്റ് ഒരളവ് നമുക്ക് മനസ്സിലാവും ഇതിലിട്ട് വിട്ടാൽ. അപ്പോൾ കുഞ്ഞിനും ഈ ഒരു പാത്രം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. ഞാൻ ഒരു തവി ചോറാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. ഇന്ന് ഒഴിച്ചു കൂട്ടാനുള്ളത് പരിപ്പ് കറിയാണ്. പരിപ്പും മഞ്ഞളും ഉപ്പും ഇട്ട് പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടൊന്ന് വേവിച്ച് ഒന്ന് ഉടച്ച് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ കറിവേപ്പിലയും പച്ചമുളകും ഒക്കെയാണ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി എടുത്താണ് പാക്ക് ചെയ്തെടുക്കുന്നത്. ഈ ലഞ്ച് ബോക്സിൽ തന്നെയാണ്, അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ട് നമുക്ക് ഈ ഒഴിച്ച് കറി വെക്കാനുള്ള ഒരു ബോക്സും കൂടെ. അത് നല്ല ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള ഒരു ബോക്സാണ് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് അവർ വിട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കോവയ്ക്ക തോരനാണ് വെക്കുന്നത്. വാവ അടുത്ത് തന്നെ നിന്ന് ഇതിൻ്റെ അകത്ത് ഇടാനൊക്കെ എന്നെ കാണിക്കുന്നുണ്ട്. അതാണ് ഒരു കുഞ്ഞു കൈ നിങ്ങൾ കണ്ട്. തോരൻ കുറച്ചേറെ ഞാൻ വെച്ച് കൊടുത്ത് വിടുന്നുണ്ട്. 2 മീൻ വറുത്തതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. മുള്ളില്ലാത്ത ടൈപ്പ് മീനാണ്. നമുക്ക് എല്ലാ ദിവസവും ഒന്നും നോൺ വെജ് നമ്മൾ കൊടുത്തു വിടാറില്ല. വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ ഒരു ശീലമാക്കണമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ ഉള്ളപ്പോഴൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. അത് കുഞ്ഞ് കഴിക്കാറുണ്ട്. കുഞ്ഞിന് ഏറ്റവും കുറഞ്ഞ 2 കറിയെങ്കിലും കൂട്ടി ചോറ് കൊടുത്തു വിടുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തോരനും ചാറും എല്ലാ ദിവസവും ഉണ്ടാകാറുണ്ട്. ആ ഒരു ഡപ്പ ലീക്ക് പ്രൂഫാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കൂടെ തന്നെ ചാറുകറിയും കൂടെ ഒഴിച്ച് വിട്ടാലും അത് മറിഞ്ഞൊന്നും പോവില്ല. ഇത് ഫുള്ള് കഴിച്ചോ ഇല്ലയോ എന്നുള്ള വീഡിയോയും കൂടെ ലാസ്റ്റ് ഞാൻ ചേർക്കുന്നുണ്ട്. സ്കൂളിൽ നിന്ന് തിരികെ വന്നിട്ടുണ്ട്, ഒരു 4 മണി ആയിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. വാട്ടർമെലണും ലെമൺ ജ്യൂസും മിൻറ്റിൻ്റെ ലീഫും കൂടി ഇട്ടുണ്ടാക്കിയതാണ്. അവൻ അത് നന്നായിട്ട് കുടിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇഷ്ടമായെന്ന് പറയുന്നുണ്ട്. നല്ല മധുരമുള്ള തണ്ണിമത്തനായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ നമുക്കാണേലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിച്ചാൽ കൊള്ളാമെന്ന് തോന്നുമല്ലോ. അപ്പോൾ കുഞ്ഞും വന്നപ്പോൾ നന്നായിട്ട് ദാഹിക്കുന്നു പറഞ്ഞിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ അപ്പം തന്നെ ഉണ്ടാക്കി വെച്ചത്. അതാകുമ്പോൾ വയറും നിറയും, വേറെ ഒന്നും കഴിക്കേണ്ടയും കാര്യമില്ല. നല്ലതായിട്ട് വയറ് ഫുള്ളായതുപോലെ ഇരിക്കുകയും ചെയ്യും. അതിൻ്റെ അകത്തുനിന്ന് തണ്ണിമത്തനൊക്കെ എടുത്തിട്ട് കഴിക്കുന്നുമുണ്ട്.
വാവയ്ക്ക് എന്താണേലും ആ ജ്യൂസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് രാവിലെ കൊണ്ടുപോയ ലഞ്ച് ബോക്സ് എങ്ങനെ തിരിച്ചു കൊണ്ടുവന്നും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കഴിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.